ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സീരീസിന്റെ ക്ലാസ്സസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എക്സാമിന് മുന്നേ എല്ലാ സബ്ജക്ട്സും തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് ജികെയുടെ ക്ലാസ്സസ് ആണ്. നാഷണൽ സിമ്പിൾസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്. പിന്നെ ഒരു കാര്യം, എല്ലാവരും എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ കംപ്ലീറ്റ് സീരീസിന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് മെസ്സേജ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ചെറിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, വേറെ വീഡിയോസ് ഇന്ന് തന്നെ ഉണ്ടാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാഷണൽ ആന്തമാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാഷണൽ സിമ്പിൾസിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? നാഷണൽ ആന്തമാണ് പഠിക്കുന്നത്. നാഷണൽ ആന്തം ഏതാണ്? ജനഗണമനയാണ് നാഷണൽ ആന്തം. അത് കമ്പോസ് ചെയ്തതാണ് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് നാഷണൽ ആന്തം കമ്പോസ് ചെയ്തത്. അത് അഡോപ്റ്റ് ചെയ്തത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തത്. അഡോപ്ഷൻ ഡേറ്റ് എന്നാണ്? 26 ജനുവരി 1950. ജനുവരി 26, 1950 നാഷണൽ ആന്തം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. അത് ആരാണ് കമ്പോസ് ചെയ്തത്? രവീന്ദ്രനാഥ് ടാഗോർ. ഒന്നുകൂടി പറയാം, നാഷണൽ ആന്തം ഏതാണ്? ജനഗണമന. അത് കമ്പോസ് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ. ഇത് അഡോപ്റ്റ് ചെയ്തത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണ് അഡോപ്റ്റ് ചെയ്തത്. നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ഏതാണ്? 26 ജനുവരി 1950. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിലെ നാഷണൽ ആന്തം എന്നുള്ളതില്. ഇനി അടുത്തത് നാഷണൽ ആനിമൽ ആണ്. ഏതാണ് നമ്മുടെ നാഷണൽ ആനിമൽ? റോയൽ ബംഗാൾ ടൈഗർ ആണിത് നമ്മുടെ നാഷണൽ ആനിമൽ. അത് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? സ്ട്രെങ്ത് ആൻഡ് പവറിനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? പാന്തേര ടൈഗ്രസ്. നാഷണൽ ആനിമൽ ഏതാണ്? റോയൽ ബംഗാൾ ടൈഗർ. ഓർത്തു വെക്കുക. ഇനി അടുത്തത് നാഷണൽ ബേർഡ്. ഏതാണ് നമ്മുടെ നാഷണൽ ബേർഡ്? ഇന്ത്യൻ പീകോക്ക് ആണ് നമ്മുടെ നാഷണൽ ബേർഡ്. അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റെപ്രസെന്റിങ് ബ്യൂട്ടി ആൻഡ് ഗ്രേസ്. ബ്യൂട്ടിനെയും ഗ്രേസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ നാഷണൽ ബേർഡ്. പിന്നെ അതിന്റെ ശാസ്ത്രീയ നാമം വരുന്നത് എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ്. ശാസ്ത്രീയ നാമം അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നാഷണൽ ബേർഡ് ഏതാണ്? ഇന്ത്യൻ പീകോക്ക്, റെപ്രസെന്റിങ് ബ്യൂട്ടി ആൻഡ് ഗ്രേസ്. അടുത്തത് ഏതാണ്? നാഷണൽ ട്രീ. ഏതാണ് നമ്മുടെ നാഷണൽ ട്രീ? ഇന്ത്യൻ ബനേൻ ട്രീ. അത് എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? യൂണിറ്റിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. അടുത്തതാണ് നാഷണൽ സോങ്. ഏതാണ് നമ്മുടെ നാഷണൽ സോങ്? വന്ദേ മാതരമാണ് നമ്മുടെ നാഷണൽ സോങ്. അത് ആരുടെ വർക്കിൽ നിന്ന് എടുത്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു വർക്കിൽ നിന്ന് എടുത്താണ് നമ്മുടെ നാഷണൽ സോങ്. അതുപോലെ തന്നെ ഇത് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് എന്താണ്? 24 ജനുവരി 1950. നമ്മുടെ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 26 ജനുവരി 1950. നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തത് 24 ജനുവരി 1950. പിന്നെ ഉള്ള ഒന്നാണ് നാഷണൽ ഫ്ലാഗ്. നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്, രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗാലി വെങ്കയ്യ. അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 22 1947. 3 കളേഴ്സ് ആണുള്ളത്, സാഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ. മിഡിൽ പോർഷനിൽ എന്തുണ്ട്? അശോക ചക്രയും ഉണ്ട്. ഓർത്തു വെക്കുക, നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് പിംഗാലി വെങ്കയ്യ. അഡോപ്റ്റ് ചെയ്തത് 22 ജൂലൈ 1947. 3 കളേഴ്സ് ആണുള്ളത്, സാഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ. മിഡിൽ പോർഷനിൽ എന്തുണ്ട്? അശോക ചക്ര. മിഡിൽ പോർഷൻ ഹാസ് അശോക ചക്ര. ഇത്രയേ ഉള്ളൂ നാഷണൽ സിംബൽസ്. ചെറിയ ടോപ്പിക് ആണ്, വേറെയും ടോപ്പിക്സ് നമ്മൾ ഇന്ന് തന്നെ പഠിക്കും, ഇന്ന് തന്നെ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ ഒന്നുകൂടി നമ്മൾക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം, നാഷണൽ സിംബൽസ് ഒന്ന് നോക്കാം. നാഷണൽ ആന്തം ജനഗണമന, കമ്പോസ് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ. അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അഡോപ്ഷൻ ഡേറ്റ് 26 ജനുവരി 1950. അതുപോലെ തന്നെ നാഷണൽ ആനിമൽ റോയൽ ബംഗാൾ ടൈഗർ. അതെന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? സ്ട്രെങ്ത് ആൻഡ് പവർ. ഇനി അടുത്ത് വരുന്നത് നാഷണൽ ബേർഡ്. അതിന്റെ എന്താണ് നമ്മുടെ നാഷണൽ ബേർഡ്? ഇന്ത്യൻ പീകോക്ക് ആണ് നമ്മുടെ നാഷണൽ ബേർഡ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ബ്യൂട്ടി ആൻഡ് ഗ്രേസിനെയാണ്. അതുപോലെ തന്നെ നാഷണൽ ട്രീ ഏതാണ്? ഇന്ത്യൻ ബനേൻ ട്രീ ആണ്. അതെന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? യൂണിറ്റിനെയാണ് അത് സിഗ്നിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം ആരുടെ വർക്കിൽ നിന്ന് എടുത്തതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വർക്കിൽ നിന്ന് എടുത്തതാണ്. നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഡേറ്റ് ഏതാണ്? അഡോപ്റ്റഡ് ഓൺ 24 ജനുവരി 1950. അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാണ്? പിംഗാലി വെങ്കയ്യ. അഡോപ്റ്റ് ചെയ്തത് 22 ജൂലൈ 1947, 1947. എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് 3 കളേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്?
സഫ്രോൺ വൈറ്റ് ആൻഡ് ഗ്രീൻ ആണുള്ളത്. മിഡിൽ പോർഷൻ ഹാസ് അശോക ചക്ര. മിഡിൽ പോർഷനിൽ എന്തുണ്ട്? അശോക ചക്രയും ഉണ്ട്. അപ്പൊ ഇതൊരു ചെറിയ ടോപ്പിക് ആയിരുന്നു, ജിക്കയുടെ തന്നെ ടോപ്പിക് ആണ്. സോ എന്താ, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നോട്ട്സ് വേണമെന്നുള്ളവരെ എനിക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.